ഹലോ, എല്ലാവർക്കും സൗദ കിച്ചൺ ട്രിക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ഫിഷ് ഫ്രൈൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഫിഷ് ഫ്രൈയിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് മസാലകളൊക്കെ ചേർത്തിട്ടാണ് ഞാൻ ഈ ഫിഷ് ഫ്രൈ തയ്യാറാക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങളും ഇതുപോലെ തന്നെ ഒന്ന് തയ്യാറാക്കി നോക്കണം. ഞാനിത് തയ്യാറാക്കി കഴിച്ചതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാമെന്ന് കരുതിയത്. അപ്പോൾ വീഡിയോ കാണുന്നതിൻ്റെ മുമ്പേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളെ കമൻറ്റൊക്കെ എഴുതി അറിയിക്കുക. സെർച്ചിൽ സൗദ കിച്ചൺ ട്രിക്സ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് പോയി കണ്ടു നോക്കിയാലോ. ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തത് ഒരു 10-25 ചെറിയുള്ളി, കുറച്ച് വലിപ്പമുള്ളതാണ്. അതുപോലെ വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, പിന്നെ 2 ആവോലിയാണ് ഞാൻ എടുത്തത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നന്നായിട്ട് വരയിട്ട് വെച്ചതാണ് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സിയിലിട്ടിട്ട് ഇതിനൊരു മസാല അടിച്ചെടുക്കണം. ഞാൻ എടുത്ത് വെച്ച ചെറിയുള്ളി മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് വലിയൊരു ചെറിയുള്ളിയാണ് കേട്ടോ. അതുപോലെ തന്നെ 10-25 വെളുത്തുള്ളി, അതും കുറച്ച് വലിപ്പമുള്ള സൈസാണ്. അത് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക. ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ മുളക് പൊടി എടുക്കാം കേട്ടോ. ഇനി എരിവിന് വേണ്ടിയിട്ട് 1 സ്പൂണ് കുരുമുളക് പൊടിച്ചത്, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് ഉപ്പ് പൊടി, 1 സ്പൂണ് പെരിഞ്ജീരകം പൊടി. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂണ് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. അതിനോടൊപ്പം തന്നെ 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒക്കെ ഇട്ടത് അടിച്ചാൽ നല്ല ടേസ്റ്റാണ്. അതുകൊണ്ടാണ്. ഇനി നന്നായിട്ടെല്ലാം കൂടെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. ഒന്ന് അടിച്ചെടുക്കട്ടെ. ഞാനിതെല്ലാം കൂടി നന്നായിട്ട് അടിച്ചൊരു പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ വൃത്തിയാക്കി വെച്ച നമ്മുടെ 2 ആവോലി ഉണ്ടല്ലോ, അതിൻ്റെ മുകളിലോട്ട് ഈ മസാല കുറച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മസാല തേച്ചെടുക്കണം. അപ്പോൾ ഞാനൊരു 3 സ്പൂണിൻ്റെ അടുത്ത് 2 മീനിൻ്റെ മുകളിലും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇതിൽ തേച്ച് പിടിപ്പിക്കണം, മീനിൽ തേച്ച് പിടിപ്പിക്കണം. ഞാനിത് ആഗോലിയാണ് എടുത്തത്. നിങ്ങൾക്ക് എന്ത് മീൻ വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വരവിലൊക്കെ നന്നായിട്ടൊന്ന് ഇതാക്കി കൊടുക്കുക. ഞാനിത് മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇതൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാനൊരു ഫ്രൈ പാനിൽ വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇനി മീൻ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. വെളിച്ചെണ്ണ നല്ലോണം ചൂടായിട്ട് വേണം മീനിട്ട് കൊടുക്കാൻ. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ 2-3 കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. ഒന്നും കൂടെ അടച്ച് വെക്കുക. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇത് ഒരു ഭാഗം ആയിട്ടുണ്ട്, നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഒരു 3/4 ഭാഗം വേവായാൽ മതി കേട്ടോ. നന്നായിട്ട് മുരിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കഴിക്കാൻ. 2 മീനും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഇത് കുറച്ച് അടുക്കി പിടിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, നമുക്ക് മസാലയൊക്കെ ചേരാനുള്ളതല്ലേ. ഇതൊന്നും കൂടെ ഒന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഒന്ന് വേവിച്ചെടുക്കുക. നമുക്കിതൊന്ന് തുറന്ന് നോക്കുക. അത് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്. നമുക്കിതൊന്ന് കോരിയെടുക്കണം. ഞാനിതൊന്ന് ഒരു പ്ലേറ്റിലോട്ട് കോരിയെടുക്കുകയാണ്. എന്നിട്ട് ആ കോരിയെടുത്തിട്ട് ആ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് മസാല ഒന്ന് ചൂടാക്കി എടുക്കണം.
അപ്പോൾ ഞാൻ മീൻ രണ്ടും ഒന്ന് കോരിയെടുക്കുകയാണ്. നമ്മൾ 3/4 ഭാഗം വേവായ 2 മീനും ഞാൻ കോരിയെടുത്തിട്ട് ഇനി വെളിച്ചെണ്ണ കുറച്ച് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. ഇനി ബാക്കി മസാല ഉണ്ടെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. പിന്നെ എപ്പോഴെങ്കിലും മീൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അതിലിട്ട് കൊടുക്കുക. ഈ വെളിച്ചെണ്ണ കിടന്ന് ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നല്ല വഴറ്റിയിട്ടുണ്ട്. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച നമ്മുടെ 2 മീനുണ്ടല്ലോ, അത് രണ്ടും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. രണ്ട് മീനും ഈ മസാലയിൽ കിടന്നിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് എടുക്കണം. മസാലയൊക്കെ മീനിൻ്റെ മുകളിലോട്ട് ആക്കി കൊടുക്കുക. അപ്പോൾ ഒരു ഭാഗത്തൊക്കെ നല്ലോണം മസാല ആയിട്ടുണ്ട്. നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇടയിൽ മസാല നല്ലോണം പിടിച്ചിട്ടുണ്ട്. ഇനി മറ്റേതും തിരിച്ചിട്ട് കൊടുക്കുക. ഒരു സെക്കൻഡ് ഒന്ന് ചൂടായിക്കോട്ടെ. മസാലേൻ്റെ പച്ചച്ചവൊക്കെ മാറിയതാണ്, എന്നാലും ഇതിലേക്കൊട്ടൊന്ന് പിടിച്ചോട്ടെ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കറിവേപ്പിലൊക്കെ ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കോരിയെടുക്കാം. ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഞാൻ കോരിയെടുക്കുന്നത് വാഴൻ്റെ ഇലയിലേക്കാണ്. അപ്പോൾ ഈ ചൂടോടെ മീൻ വാഴൻ്റെ ഇലയിലേക്ക് ഇടുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. അത് ആ മസാലേൻ്റെ സ്മെല്ലും എല്ലാം കൂടി. ഇത് മതി ഒരു പ്ലേറ്റ് ചോറുന്നാൻ. അപ്പം ഞാനിന്ന് ഉണ്ടാക്കിയ ഫ്രൈ ആണ് കേട്ടോ അത്, മീൻ ഫ്രൈ. അതിൻ്റെ മസാലയൊക്കെ ഇതിൻ്റെ മുകളിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുക. ഞാൻ ഒരിക്കൽ തയ്യാറാക്കി നോക്കിയതാണ്, ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഞാനത് നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതിയതാണ് കേട്ടോ. അപ്പോൾ അതാ ഞാനിന്ന് തയ്യാറാക്കിയ മീൻ ഫ്രൈ ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് സവാളൊക്കെ വെച്ചിട്ട് ഇതൊന്ന് ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളകും വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളെ കമൻ്റൊക്കെ എഴുതി അറിയിക്കുക. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.